ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസ്റ്റർ അക്കാദമി. മാസ്റ്റർ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മക്ലോറൻ സീരീസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, മക്ലോറൻ സീരീസ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മളൊരു ഗിവൺ ഫംഗ്ഷനെ ഇൻഫിനൈറ്റ് ടേംസുള്ള മറ്റൊരു ഫംഗ്ഷനാക്കി എഴുതുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x = ln of 1 + x. ഓക്കെ, ln of 1 + x. ഇവിടെ പക്ഷേ മക്ലോറൻ സീരീസിൽ എനിക്ക് ഈ ഫംഗ്ഷൻ സെൻറ്റർ ചെയ്തിരിക്കുന്ന പോയിന്റ് തന്നിട്ടില്ല. അതെന്താ? നമുക്കറിയാം മക്ലോറൻ സീരീസിൽ തന്നെ ഫംഗ്ഷൻ എപ്പോഴും സെൻറ്റർ ചെയ്തിരിക്കുന്ന പോയിന്റ് x = 0 എന്ന പോയിന്റിലായിരിക്കും. ഓക്കെ, അതായത് മക്ലോറൻ സീരീസ് എന്ന് പറയുന്നത് ടൈലർ സീരീസ് തന്നെയാണ്, പക്ഷേ ഒരു സ്പെഷ്യൽ കേസാണ്. കാരണം എന്താ? സെൻറ്റർ ചെയ്തിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഇവിടെ x0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇത് ഉപയോഗിച്ച് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ തന്ന ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ അതിനു മുൻപ് എനിക്ക് എന്ത് കാണണം? ടൈലർ സീരീസിൻ്റെ ഇക്വേഷൻ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനു മുൻപ് f'(x) nth ഡെറിവേറ്റീവ്സ് വരെ കാണണം, ഒരു 3-4 ഡെറിവേറ്റീവ്സ് വരെയും കാണണം. അതിലെല്ലാം x0 എന്ന പോയിന്റ് വാല്യൂ ചെയ്ത് പുട്ട് ചെയ്തതിനു ശേഷമുള്ള വാല്യൂസും എനിക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് f of x എന്ന് പറയുന്നത് ln of 1 + x ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ f' of x എന്തായിരിക്കും? f' of x എന്ന് പറയുന്നത് ln x 1/1 + x. കഴിഞ്ഞോ? ഇല്ല, ഇനി എക്സിൻ്റെ ഉള്ളിൽ കയറി ചെയ്യണം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കയറി ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? 1/1 + x ആണ്. ഇനി f' of x എന്ന് പറയുന്നത് -1/1 + x (2). ഓക്കെ, അത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല. കാരണം എന്താ? ഇവിടെ 1 + x മുകളിലേക്ക് എടുത്താൽ 1 + x (−1) ആയിരിക്കും. നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായിരിക്കും? x⁻n എന്ന് പറയുന്നത് n × x⁻n - 1 ആണ്. അപ്പോൾ -1 × 1 + x (−2). ആ -2നെ താഴത്തേക്ക് ഇറക്കുമ്പോൾ -1/1 + x². ഓക്കെ, ഡെറിവേറ്റീവ്സ് എടുക്കാൻ നിങ്ങൾക്ക് അറിയുമെന്ന് കരുതുന്നു. f'' of x എന്ന് പറയുന്നത് 2/1 + x (3). ഓക്കെ, ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെല്ലാത്തിലും x = 0 എന്ന പോയിന്റ് പുട്ട് ചെയ്യണം. കാരണം അവിടെയാണ് ഫംഗ്ഷൻ സെൻറ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ f of 0 എന്ന് പറയുന്നത് ln of 1 + 0, അതായത് ln of 1. ദാറ്റ് മീൻസ് എന്താണ്? 0 ആണ്. ഓക്കെ, 0 ആണ്. ഇനി f' of 0 പറയുമ്പോൾ 1/1 + 0 1. f" of 0 എന്ന് പറയുമ്പോൾ -1/1 + 0 (2). അത് -1. ഓക്കെ, f" of 0 എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വാല്യൂസ് കണ്ടു. ഇനി നമുക്ക് മക്ലോറൻ സീരീസിനെ ഇക്വേഷൻ എന്താ എഴുതാം. ഓക്കെ, എന്നിട്ട് നമുക്കതിൽ വാല്യൂസ് പുട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ മക്ലോറൻ സീരീസിൻ്റെ ഇക്വേഷൻ എഴുതാം നമ്മൾ. അതായത് ഒരു ഫംഗ്ഷൻ ഇതാണെങ്കിൽ f of x നമുക്ക് എങ്ങനെ എഴുതാം? മക്ലോറൻ സീരീസ് ഉപയോഗിച്ച് f of 0 + f' of 0 /1 × x. കാരണം സെൻറ്റർ ആയിരിക്കുന്ന പോയിന്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ x - 0 (n) എന്നാ വരിക ജനറലായിട്ട്. 0 ആയതുകൊണ്ട് നമ്മൾ x തന്നെ എടുക്കുന്നു. ഓക്കെ, ഇത് f" of 0 × x² /2 ഫാക്ടോറിയൽ പ്ലസ് f" of 0 × x³ /3 ഫാക്ടോറിയൽ എക്സെട്ര. ഓക്കെ, നമ്മൾ വാല്യൂസ് എല്ലാം പുട്ട് ചെയ്യുക. നമ്മളിതുവരെ കണ്ടെത്തിയ വാല്യൂസ്. അപ്പോൾ f' of 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഓക്കെ, f' of 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതുകയാണ്. f of x എന്ന് പറയുന്നത് 0 + f' of 0 എന്താടാ? f' of 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 × x, ദാറ്റ് ഈസ് 1 × x /1 ഫാക്ടോറിയൽ പ്ലസ് f' of 0 എന്ന് പറയുന്നത് -1 ആണ്. ഞാൻ പറഞ്ഞു x² /2 ഫാക്ടോറിയൽ പ്ലസ് f" of 0 എന്ന് പറയുന്നത് 2 ആണ്. 2 × x³ /3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഞാൻ അതിനൊന്നും ശരിയാക്കി എഴുതാണ്. 0 ആയതുകൊണ്ട് ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എന്ത് വരും? x - x² /2 ഫാക്ടോറിയൽ പ്ലസ് 2 x³ /3 ഫാക്ടോറിയൽ ആൻഡ് എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത ടേം ആയിരിക്കും ഒരു നെഗറ്റീവ് ടേം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ജനറലൈസ് ചെയ്തൊരു പവർ സീരീസ് ഒക്കെ എഴുതണമല്ലോ. അതിനിപ്പോൾ എങ്ങനെ എഴുതുക? കാരണം ഇവിടെ 0th
ഫസ്റ്റ് ടേം 0 ആണ്. അതായത് n ഈക്വൽ ടു 0 എന്ന് തുടങ്ങാൻ പറ്റില്ല. കാരണം എന്താ, 0 കൊടുത്താൽ ഫസ്റ്റ് ടേം 0 ആണ്. അതുകൊണ്ട് നമുക്കതിനെ ഒഴിവാക്കാം. അതായത് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റിയിൽ 0 കൊടുത്താൽ ഫസ്റ്റ് ടേം 0 ആണ്. അതുകൊണ്ട് നമുക്ക് ആ ടേം ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ n എവിടുന്നാണ് തുടങ്ങേണ്ടത്? n ഈക്വൽ ടു 1 മുതൽ തുടങ്ങണം. മനസ്സിലായോ? n ഈക്വൽ ടു 1 മുതൽ തുടങ്ങണം. അപ്പോൾ എനിക്ക് എങ്ങനെ ഇതിനെ എഴുതാൻ പറ്റും? നമുക്ക് നോക്കാം. സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. നിങ്ങൾക്കൂടെ നോക്കിയാൽ കാണാം, ഓരോ ടേമും ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ സൈന് ആൾട്ടർനേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് കാണാം. ആദ്യത്തെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, പിന്നെയും മൈനസ് വരിക. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ കാണാം. അപ്പോൾ ഒരു -1 എന്നുള്ള പവർ വേണം. റേസ് ടു പവർ n. എന്നൊന്നും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്നത് പുട്ട് ചെയ്താൽ എന്നത് പുട്ട് ചെയ്താൽ എന്താണ്? എന്നത് പുട്ട് ചെയ്താൽ ഫസ്റ്റ് ടേം നെഗറ്റീവ് ആണ്, പക്ഷേ ഇവിടെ ഫസ്റ്റ് ടേം പോസിറ്റീവാണ്. അതുകൊണ്ട് നമ്മൾ n-1 എന്ന് കൊടുക്കും. ഇപ്പം എങ്ങനെ? n ഈക്വൽ ടു 1 എന്ന് പുട്ട് ചെയ്താൽ 1 - 1 ദാറ്റ് ഈസ് 0. -1 റേസ് ടു പവർ 0 ദാറ്റ് ഈസ് 1. അപ്പോൾ ഓക്കെ. ഇനി എക്സ് ഉണ്ട്, എല്ലാത്തിലും എക്സ് കാണാം. ഫസ്റ്റ് ടേമിൻ്റെ n ഈക്വൽ ടു 1 എന്ന് പുട്ട് ചെയ്താൽ പവർ 1 വരണം. n ഈക്വൽ ടു 2 എന്ന് പുട്ട് ചെയ്താൽ പവർ 2 വരണം. n ഈക്വൽ ടു 3 എന്ന് പുട്ട് ചെയ്താൽ പവർ 3 വരണം. അപ്പോൾ എനിക്ക് എന്താ, എക്സ് റേസ് ടു പവർ n ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേമിൻ്റെ ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ. ഡിനോമിനേറ്റർ 1 ഫാക്ടോറിയൽ ആണ്. രണ്ടാമത്തെ 2 ഫാക്ടോറിയൽ ആണ്. മൂന്നാമത്തെ 3 ഫാക്ടോറിയൽ അല്ല. 3യും നമുക്കിതിനെ കട്ട് ചെയ്ത് കളയാം. 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 × 2 × 3, ആ 2ഉം ഇതും കൂടി പോയാൽ ബാക്കി 3 വരും. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? n എന്ന് എഴുതാം. ഫാക്ടോറിയൽ എന്ന് വേണ്ട. കാരണം എന്താ, ഇവിടെ 2x³ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ആണ്. ഓക്കെ, 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 ആണ്. ഇവിടെ മുകളിൽ ഇവിടെ ന്യൂമറേറ്ററിൽ 2 ഉണ്ട്. അപ്പോൾ 2ഉം കട്ട് ചെയ്ത് പോയാൽ പിന്നെ 1 × 3 3 ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈമിൻ്റെ ഡിനോമിനേറ്റർ 1, സെക്കൻഡ് ടൈമിൻ്റെ ഡിനോമിനേറ്റർ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ഓക്കെ, മൂന്നാമത്തേൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്നത് 3. അതായത് എത്രാമത്തെ ടൈം എന്നിനെ ഏത് വാല്യൂയാണ് കൊടുക്കുന്നത് അത് ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ പവർ സീരീസ്. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ln of 1 + x at x ഈക്വൽ ടു 0 എന്നതിൻ്റെ പവർ സീരീസാണ്. ഇതാണ് മക്ലോറിൻ സീരീസ്. ഓക്കെ.